ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് മത്സ്യകൃഷിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനാണ്. നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് മൂസനയുടെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങളെല്ലാവരും വീട്ടിലെല്ലാവരും കൂടി തോന്നിയതാണ് മീൻ വളർത്തൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു കുളം കുഴിച്ചു. പ്രകൃതിദത്തമായ രീതിയിലാണ് ഞങ്ങൾ ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ വെള്ളം മഴവെള്ളമാണ്. അധികം വരുന്ന വെള്ളം ചാല് വഴി പുറത്തേക്ക് പോകുന്നുമുണ്ട്. ഇതിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി വാട്ടർ പമ്പും എയർ ഫോട്ടറും ഉപയോഗിക്കുന്നു. ഇതാണ് എയർ ഫോട്ടർ. എയർ ഫോട്ടറിലൂടെ കുമിളകൾ പുറത്തേക്ക് വരുന്നു. ഇതാണ് വാട്ടർ പമ്പ്. ഇതിലെ വെള്ളം പമ്പ് വഴി ഇതിലേക്ക് എത്തുന്നു. ഈ വെള്ളം ശുദ്ധീകരിച്ച് പൈപ്പ് വഴി തിരിച്ച് കുളത്തിലേക്ക് തന്നെ എത്തുന്നു. ഇതിൽ ആമ്പലും വാട്ടർ കാബേജും പായലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇതിലെ വെള്ളം ഞങ്ങൾ ഇതുവരെയും മാറ്റിയിട്ടില്ല. ഈ കുളത്തിലുള്ളത് കരിമീനും സിലോപ്പിയയും അലങ്കാര മത്സ്യങ്ങളും ഗപ്പികളും ഇടകലർന്ന് വളരുന്നു. ഇതാണ് അസോള. പ്രോട്ടീനും വിറ്റാമിനും എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് അസോള. രാവിലെയും വൈകുന്നേരവും തീറ്റയ്ക്ക് മുമ്പായി 2 നേരം അസോള ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതാണ് വാട്ടർ കാബേജ്. ഇതിൽ ഗപ്പികളുമുണ്ട്. ഇതാണ് തീറ്റി. 2 നേരം തീറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും ഞങ്ങളുടെ ഈ കുളത്തിൽ ഒരു മീനും ചത്തുപോയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ കുളം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ പമ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പമ്പ് നിർത്തിയ ശേഷം മാത്രമേ തീറ്റിടാവൂ. അല്ലെങ്കിൽ തീറ്റി നനഞ്ഞു കുതിർന്ന വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി അമോണിയ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ മീനിൻ്റെ വിളവ് ശരിയാകുമെങ്കിൽ ഒരു വലിയൊരു കുളം ഉണ്ടാക്കുവാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ വളരെ നന്ദിയുണ്ട് ഇത്രയും പറഞ്ഞു തന്നതിന്. നമ്മുടെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും മീൻ കുളത്തെ പറ്റി ഏകദേശ രൂപങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.